ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചില പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല, എന്നാൽ ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആകും. അങ്ങനെ കണക്ട് ആകുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കണമേ എന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു കാര്യമാണ് പെൺമക്കൾക്ക് അവരുടെ ഫാദേഴ്സുമായുള്ള സ്ട്രോങ് ബന്ധത്തെ പറ്റി. ഹൗവർ, ഐ എം സോറി ടു സേ, ഇത് എല്ലാവരുടെയും കഥയല്ല. പെൺമക്കൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാത്ത, വേണ്ട സമയത്ത് കൂടെ ഉണ്ടാകാത്ത, അനാവശ്യമായി അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അവരുടെ ഇഷ്ടങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന, എല്ലാ കാര്യത്തിലും അവരെ നിയന്ത്രിക്കുന്ന, ആൺമക്കൾക്കൊപ്പം അവർക്ക് വാല്യൂ കൊടുക്കാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഡിഫെൻഡ് ചെയ്യാത്ത ഒരുപാട് ഫാദേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിതാക്കന്മാരും ആൺകുട്ടികളുമായുള്ള കോൺവെർസേഷൻസ് കുറഞ്ഞു വരാറുണ്ട്. അത് മിക്കവർക്കും അറിവുള്ള ഒരു കാര്യവുമാണ്. പക്ഷേ അറ്റ് ടൈംസ് സം ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്സ് ആർ ഈവൻ വേഴ്സർ. മറ്റുള്ളവർ ഡാഡീസ് പ്രിൻസസ് എന്നും എന്റെ ഫാദർ എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരുമെന്നും ഒക്കെ പറയുന്നത് വിഷമത്തോടെ കേട്ടു നിൽക്കാൻ മാത്രം കഴിയുന്ന ചില പെൺകുട്ടികളുണ്ട്. പക്ഷെ മിക്കപ്പോഴും അവരാരും ഇത് ആരോടും ഷെയർ ചെയ്യില്ല. അവർക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ പോലും പറ്റില്ല. നിങ്ങളോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടാകും. ഇവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകും, സെൽഫ് വർത്ത് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയുമില്ല. പക്ഷേ ഇമോഷണലി മച്യൂറായി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും സ്വന്തം സുരക്ഷ മറന്നും മറ്റുള്ളവരെ സംരക്ഷിക്കാനും ഇവർ ചാടിയിറങ്ങും. അത് നമ്മൾ കരുതുന്ന പോലെ ഇവർക്ക് തലയ്ക്ക് ഓളമായതുകൊണ്ടല്ല, ചിലപ്പോൾ ഇതാകാം അതിന്റെ റീസൺ. ഡിയർ ഫാദേഴ്സ്, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ മകൾ പുഞ്ചിരിക്കുന്നില്ലെങ്കിൽ ലൈഫിലെ ഒരു വലിയ മൈൽ സ്റ്റോൺ നിങ്ങൾ ഇനിയും അച്ചീവ് ചെയ്തിട്ടില്ല. ആൻഡ് ഡിയർ ഗേൾസ്, നിങ്ങളുടെ ഫാദർ ഓണസ്റ്റ്ലി നിങ്ങളെ ഒരു പ്രിൻസസ് ആയി കണക്കാക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജ് അല്ല, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. ലെറ്റ് യു ഓൾ ബി ബ്ലെസ്ഡ്.